2024 സ്കീം S3 ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, അതായത് ജാവ എന്ന ലാംഗ്വേജ്. ജാവ എന്ന ലാംഗ്വേജ് ആണ് നമുക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാനുള്ളത്. മുൻ വർഷങ്ങളിൽ 2019 സ്കീമിലൊക്കെ തിയറി മാത്രം പഠിച്ചായിരുന്നു ഈ സബ്ജക്റ്റ് മിക്ക പേരും പാസ്സായിരുന്നത്. പക്ഷെ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ അതിൽ വ്യക്തമായിട്ടൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 90 അല്ലെങ്കിൽ 95% ക്വസ്റ്റ്യൻസും പ്രോഗ്രാംസ് ആണ്. ഓക്കെ, സോ ഒരു കാരണവശാലും ജാവ തിയറി ആയിട്ട് കാണാതെ പഠിച്ചിട്ട് പോകരുത്. നിങ്ങൾക്ക് ലാംഗ്വേജിനകത്തുള്ള ഓരോ കോൺസെപ്റ്റും നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാംസ് എഴുതി മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഈ വീഡിയോയ്ക്കകത്ത് ഈ സബ്ജക്റ്റിനെ കുറിച്ചും ഓരോ മൊഡ്യൂളിനകത്തുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചും എക്സാമിന് ഇത് എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പ്രോഗ്രാംസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ. സോ നിങ്ങൾ ഓരോ ടോപ്പിക്സ് പഠിക്കുന്ന സമയത്തും നമുക്ക് ഓൺലൈൻ ആയിട്ട് ഇപ്പൊ ജാവ കമ്പൈലേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫോണിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലും ഒക്കെ ഓൺലൈൻ കമ്പൈലേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജാവ പ്രോഗ്രാംസ് ചെയ്ത് നോക്കി തന്നെ പഠിച്ചു പോവുക. ഒരു കാരണവശാലും തിയറി നോക്കി കാണാതെ പഠിക്കരുത്. ദയവ് ചെയ്ത് നിങ്ങളത് പഠിക്കരുത്. കാരണം എക്സാമിന് നിങ്ങൾക്കത് എഴുതാൻ സാധിക്കില്ല. പ്രോഗ്രാംസും ബൈഹാർട്ട് ചെയ്ത് വെക്കരുത്. നിങ്ങൾ ചെയ്ത് പഠിച്ചു പോവുക. സത്യത്തിൽ നിങ്ങളുടെ S3 കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്ന കാര്യം, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, TOC, ഡാറ്റാ സ്ട്രക്ചർ എല്ലാ സബ്ജക്റ്റും അത്യാവശ്യം ഡെപ്തിൽ പഠിക്കാനുണ്ട്. എല്ലാ സബ്ജക്റ്റും അത്യാവശ്യം ടഫ് സബ്ജക്ട്സും ആണ്. പക്ഷെ നമ്മളത് വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഈ സബ്ജക്ട്സ് എങ്ങനെയും പാസ് ആകണം. സോ പാസ് ആകാനുള്ള വഴി നമ്മൾ ആദ്യം എന്തൊക്കെ പഠിക്കേണ്ടെന്ന ഓർഡർ ആണ് നോക്കേണ്ടത്. ഈ സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഒന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. 1, 2, 3, 4 ആ കറക്റ്റ് ഓർഡറിൽ തന്നെ ഈ സബ്ജക്ട് പഠിക്കാൻ സാധിക്കുള്ളൂ. ഇനി ഓരോ മൊഡ്യൂൾ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഓർഡർ ചേഞ്ച് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് മൊഡ്യൂൾ 1 നിന്നും തുടങ്ങാം. ആദ്യം പഠിക്കുന്നത് ജാവ പ്രോഗ്രാംസ് നമുക്ക് എങ്ങനെ കമാൻഡ് പ്രോംപ്റ്റിൽ എഴുതാം. ദാറ്റ് ഈസ് CMD-യിൽ പ്രോഗ്രാംസ് എങ്ങനെ എഴുതാം. ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിൽ എഴുതി ചെയ്ത് ശീലിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിൽ ബേസിക് ക്വസ്റ്റ്യൻസ്, ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്, ഏരിയ ഓഫ് എ റെക്ടാംഗിൾ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിൽ എഴുതി ശീലിക്കുക. കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. നെക്സ്റ്റ്, സോളിഡ് പ്രിൻസിപ്പിൾസ്. ഈ സോളിഡ് പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് മൊഡ്യൂളിലാണ്. പക്ഷെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ആണ് സോളിഡ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഈ സോളിഡ് പ്രിൻസിപ്പിളിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ പറയുന്നുണ്ട്. സോളിഡ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ സബ്ജക്റ്റിൽ എവിടെ വേണേലും സോളിഡ് പ്രിൻസിപ്പിളിനെ മെൻഷൻ ചെയ്തിട്ട് ഇവിടെ സോളിഡ് പ്രിൻസിപ്പിൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇത് ഏത് മൊഡ്യൂളിൽ വേണേലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത് സോളിഡ് പ്രിൻസിപ്പിൾസ് പഠിക്കണം. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 9th ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻസിലാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. 1 and 2 ഷോർട്ട് ക്വസ്റ്റ്യൻസും 9 and 10 essay ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ essay ക്വസ്റ്റ്യൻസിനകത്ത് അഗൈൻ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് A, പാർട്ട് B ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ക്ലാസസ് വെച്ചിട്ട് എങ്ങനെ പ്രോഗ്രാംസ് എഴുതാം. യൂസിങ് ക്ലാസസ്, ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ പ്രോഗ്രാം, അങ്ങനെ ഒരിക്കലും ചോദിക്കില്ല. തിയറി ചോദിക്കുന്ന വളരെ കുറവാണ്. ക്രിയേറ്റ് എ ക്ലാസ് എംപ്ലോയി ഓർ ക്രിയേറ്റ് എ ക്ലാസ് ബാങ്ക് അക്കൗണ്ട് വിത്ത് സം ആട്രിബ്യൂട്ട്സ് പറയും. ബാങ്ക് നെയിം, ബ്രാഞ്ച്, അങ്ങനെ കുറച്ച് ആട്രിബ്യൂട്ട്സ് പറയും. അവിടെ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം, അവിടെ നിന്ന് എങ്ങനെ വിഡ്രോ ചെയ്യാം. ഇതുപോലെ ഒരു സെനാരിയോ ആയിരിക്കും തരുന്നത്. ആ സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടെ ക്ലാസസ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്ലാസസ് മാത്രം പഠിച്ചാൽ പോലെ ക്ലാസസിനകത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് എഴുതുന്ന ഒരു കാര്യമാണ് കൺസ്ട്രക്ടേഴ്സ്. കൺസ്ട്രക്ടേഴ്സ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്, കോപ്പി കൺസ്ട്രക്ടർ ഉണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്. ഈ കൺസ്ട്രക്ടേഴ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് പഠിക്കണം. സോ ക്ലാസസ് യൂസ് ചെയ്ത് കുറച്ച് പ്രോഗ്രാംസ് ചെയ്ത് ശീലിച്ചിട്ട് കൺസ്ട്രക്ടേഴ്സ്, അതിനകത്ത് പാരാമീറ്റർ ഉള്ളതും പാരാമീറ്റേഴ്സ് ഇല്ലാത്ത കൺസ്ട്രക്ടേഴ്സും, റിട്ടേൺ ചെയ്യുന്നതും റിട്ടേൺ ചെയ്യാത്തതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നു, എങ്ങനെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ എഴുതുന്നു, ഇത് എങ്ങനെ മെയിൻ ക്ലാസ്സിനകത്ത് മെയിൻ മെത്തേഡിലേക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുവരുന്നു, ഇങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ചെയ്ത് ശീലിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, പ്രോഗ്രാംസ് എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സബ്ജക്ട് പാസ്സാകാൻ സാധിക്കും. മൊഡ്യൂൾ 1 കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 കറക്റ്റ് ഓർഡറിൽ ഒരു ചേഞ്ച് ഇല്ല. മൊഡ്യൂൾ 2ലേക്ക് പോവുക. ചില സബ്ജക്ട്സ് ഡാറ്റാ സ്ട്രക്ചർ ഒക്കെ നമുക്ക് ഓർഡർ മാറ്റി പഠിക്കാൻ സാധിക്കും. പക്ഷേ ഈ സബ്ജക്റ്റിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. മൊഡ്യൂൾ 2ലേക്ക് പോവുക. മൊഡ്യൂൾ 2നകത്ത് 2 ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. പോളിമോർഫിസം ആൻഡ് ഇൻഹെറിറ്റൻസ്. ഇവിടെ പോളിമോർഫിസം ആണ് സിലബസിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ഇൻഹെറിറ്റൻസ് ആണ്. സോ ആദ്യം ഇൻഹെറിറ്റൻസ് പഠിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതും പ്രോഗ്രാം എഴുതി പഠിച്ചു പോവുക. സൂപ്പർ ക്ലാസ് എന്താണ്, സബ് ക്ലാസ് എന്താണ്, സൂപ്പർ ക്ലാസ്സിനകത്ത് നമ്മൾ എഴുതുന്ന ഫംഗ്ഷൻസ്, സിംഗിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ
മൾട്ടി ലെവലിൽ എങ്ങനെ ചെയ്യാം, ജാവയിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ആ ക്വസ്റ്റ്യൻ അവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് വെച്ചേക്കാം. അടുത്ത മൊഡ്യൂളിലാണ് അതിന്റെ സൊല്യൂഷൻ വരുന്നത്. സോ ഇൻഹെറിറ്റൻസിന്റെ പ്രോഗ്രാംസ് എഴുതി പഠിക്കുകയും ചെയ്തുകൊണ്ട് ആദ്യം ഇൻഹെറിറ്റൻസ് എന്ന ഒരു ടോപ്പിക് സെറ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം പോളിമോർഫിസത്തിലേക്ക് പോവുക. അവിടെ ഓവർലോഡിങ്ങും ഓവർ റൈഡിംഗ് ആണുള്ളത്. ഇൻഹെറിറ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളിമോർഫിസം വരുന്ന ഓവർ റൈഡിംഗ് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ ഓവർലോഡിംഗ് വലിയ ടഫ് അല്ല, അത് പഠിച്ചെടുക്കാൻ ഈസിയാണ്. ഓവർ റൈഡിംഗ് ഇച്ചിരി ടഫാണ്. ഓവർ റൈഡിംഗ് നിങ്ങൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഹെറിറ്റൻസും ഓവർലോഡിംഗ് നന്നായിട്ട് പഠിക്കണം. മൊഡ്യൂൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 50% കംപ്ലീറ്റ് ആയി. സബ്ജക്ട് മതി, ഇത്രയും പഠിച്ചാൽ മതി, 50% പഠിച്ചാൽ പാസ് ആകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. സബ്ജക്ട് പാസ് ആകില്ല. അറ്റ്ലീസ്റ്റ് 3 മൊഡ്യൂൾ എങ്കിലും പഠിക്കണം. സോ നെക്സ്റ്റ് മൊഡ്യൂളും കൂടെ മിനിമം കവർ ചെയ്താൽ ഈ സബ്ജക്ട് നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സെങ്കിലും ആകാൻ സാധിക്കുള്ളൂ. അടുത്ത മൊഡ്യൂളിലേക്ക് പോവുക. മൊഡ്യൂൾ 3. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള മേജർ ആയിട്ട് വരുന്ന 3 ടോപ്പിക്സ്: പാക്കേജസ്, ഇന്റർഫേസസ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ടോപ്പിക്ക് ബാക്കി പഠിക്കാൻ പറ്റുന്നുണ്ട്, സിംഗിൾട്ടൺ ആൻഡ് അഡാപ്റ്റർ. കഴിഞ്ഞ മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ സപ്പോർട്ട് ചെയ്യില്ല. അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഇന്റർഫേസ്. അത് ഈ മൊഡ്യൂളിലാണ് വരുന്നത്. അത് ആദ്യം പഠിച്ചാൽ അതൊരു 15 മിനിറ്റ് മതി ഇന്റർഫേസ് പഠിക്കാനായിട്ട്. നെക്സ്റ്റ് ആ ഇന്റർഫേസിന് ഇംപ്ലിമെന്റ്സ് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, ഇതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇന്റർഫേസ് എങ്ങനെ എഴുതാം, ഇന്റർഫേസ് എഴുതിയിട്ട് ഇംപ്ലിമെന്റ്സ് എന്ന കീവേഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇന്റർഫേസിനകത്ത് വരുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒരു 5 to 10 മിനിറ്റ്സ് മതി ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കാനായിട്ട്. എസ്എ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. ഇന്റർഫേസ് പഠിച്ചിട്ട് നിങ്ങൾ പാക്കേജസിലേക്ക് പോവുകയാണ്. വളരെ ഈസി ആയിട്ട് മറ്റൊരു ടോപ്പിക്കാണ് പാക്കേജസ്. ഇന്റർഫേസ് പോലെ തന്നെ വളരെ ഈസിയാണ് പാക്കേജസ്. 5 or 10 മിനിറ്റ്സ് മതി പാക്കേജസ് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ പഠിക്കുമ്പോൾ ആദ്യം ഇന്റർഫേസ് പഠിക്കുന്നു, നെക്സ്റ്റ് പാക്കേജ് പഠിക്കുന്നു. ഹൗ ടു ക്രിയേറ്റ് എ പാക്കേജ്, ഹൗ ടു ഇമ്പോർട്ട് എ പാക്കേജ്. പാക്കേജ് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് പാക്കേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ഇമ്പോർട്ട് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ഈ പാക്കേജ് എങ്ങനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ പാക്കേജിന്റെ ഒരു സ്ട്രക്ചർ, അവിടെ ഒരു സിന്റാക്സ് ഉണ്ട്. പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ക്ലാസ് പാത്ത് സെറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു കുഞ്ഞൊരു പാത്ത് സെറ്റ് ചെയ്യുന്നതാണ്. അത് പ്രോപ്പർട്ടീസിൽ എവിടെ പാത്ത് സെറ്റ് ചെയ്യുന്നുള്ളത് അതൊന്ന് നോക്കി വെച്ചാൽ ബെറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞ് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുന്ന അത് വളരെ ഈസിയാണ്. നമ്മൾ എവിടെയാണ് ആ പാക്കേജ് യൂസ് ചെയ്യാൻ പോകുന്നത് അവിടെ സ്റ്റാർട്ടിംഗിലായിട്ട് ഇമ്പോർട്ട് പാക്കേജ്, സബ് പാക്കേജ് ഉണ്ടെങ്കിൽ ആ ഡയറക്ടറി കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് പാക്കേജ് കോൺസെപ്റ്റ്. വളരെ ഈസി ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ് ഇപ്പൊ പഠിച്ചു തീർത്തത്. ഓക്കെ, നെക്സ്റ്റ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു സംഗതിയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. കോൺസെപ്റ്റ് ഈസി ആണെങ്കിലും അത്യാവശ്യം ലെങ്തി ആണ്. അത് പഠിക്കുന്നതിന് മുമ്പ് നെക്സ്റ്റ് നമുക്കൊരു കുഞ്ഞു ടോപ്പിക്ക് പഠിക്കാം, ദാറ്റ് ഈസ് സിംഗിൾട്ടൺ ആൻഡ് അഡാപ്റ്റർ. 2024 സ്കീമിൽ പുതുതായിട്ട് വന്നൊരു ടോപ്പിക്കാണ് സിംഗിൾട്ടൺ ആൻഡ് അഡാപ്റ്റർ. മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പ്രയോറിറ്റിയും വളരെ കൂടുതലാണ്. സോ സിംഗിൾട്ടൺ ആൻഡ് അഡാപ്റ്റർ ഭംഗിയായിട്ട് പഠിക്കണം. ഇത് കഴിഞ്ഞിട്ട് മാത്രം എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിലേക്ക് പോവുക. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിനകത്ത് 5 കീവേഡ്സ് ഉണ്ട്: ട്രൈ, ക്യാച്ച്, ത്രോ, ത്രോസ്, ഫൈനലി. ഓക്കെ, ഈ 5 കീവേഡ്സ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് എക്സെപ്ഷൻ, വാട്ട് ആർ എക്സെപ്ഷൻസ്, എക്സെപ്ഷൻസ് ഡിഫറെന്റ് ടൈപ്സ്, അതിന്റെ ബേസ് ആയിട്ട് വരുന്ന ക്ലാസ് ഏതാണ്, സൂപ്പർ ക്ലാസ് ഏതാണ്, എവിടെ നിന്നാണ് അതിന്റെ എക്സെപ്ഷൻസിനെ ഡിറൈവ് ചെയ്തെടുത്തേക്കുന്നത്, ഈ കോൺസെപ്റ്റ് ആദ്യം പഠിക്കുക. ഒരു ഹയറാർക്കിയാണ്, ആ ഹയറാർക്കി ആദ്യം പഠിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജാവയിൽ എക്സെപ്ഷൻസ് ഇല്ലെങ്കിലും ജാവയിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസംസ് നമ്മൾ എഴുതിയില്ല എങ്കിലും ജാവ റൺ ടൈം സിസ്റ്റം എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മാത്രം നെക്സ്റ്റ് നമ്മൾ ട്രൈ, ക്യാച്ച് യൂസ് ചെയ്ത് പഠിക്കാം. ട്രൈ ബ്ലോക്ക് എന്തിനു യൂസ് ചെയ്യുന്നു, ട്രൈ ബ്ലോക്ക് എക്സെപ്ഷൻ റേസ് ചെയ്താൽ അത് ആര് ഡീൽ ചെയ്യുന്നു, അതിന്റെ ആൻസർ ആണ് ക്യാച്ച്. ഓക്കെ, ക്യാച്ച് ഇത് എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഓക്കെ, അത് നെക്സ്റ്റ് പഠിക്കും. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ത്രോസ്, ത്രോയിന്റെ യൂസേജും ത്രോസിന്റെ യൂസേജും. ത്രോയും ത്രോസും മിക്ക പേർക്കും തെറ്റിപ്പോകുന്ന ഒരു സംഗതിയാണ്. ത്രോ ആൻഡ് ത്രോസ് നിങ്ങൾ തെറ്റിക്കരുത്. ത്രോ യൂസ് ചെയ്യുന്നത് മെത്തേഡിന് ഒരു ബ്ലോക്കിനകത്ത്, ത്രോ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നും ത്രോസ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ത്രോയും ത്രോസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മാറിപ്പോകരുത്. ത്രോസ് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡിക്ലറേഷൻ പാർട്ടിലാണ്, പക്ഷെ ത്രോ അങ്ങനെയല്ല, ട്രൈ ബ്ലോക്കിനകത്താണ് ത്രോ എഴുതുന്നത്. ഓക്കെ, ഇനി ഫൈനലി ഉണ്ട്, ഫൈനലി ബ്ലോക്ക്. ട്രൈ, ക്യാച്ച്, ത്രോ, ത്രോസ് ആൻഡ് ഫൈനലി. എടുത്തു പറയാൻ കാരണം ഫൈനലൈസ്, ഫൈനലി, ഇങ്ങനെ 3 ടോപ്പിക്സ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉള്ള 3 ടോപ്പിക്സ് ആണ്. ഇതിൽ തന്നെ ഫൈനൽ എന്ന വേർഡ് അതൊരു കീവേഡ് ആണ്. അതിന് തന്നെ 3 യൂസേജ് ഉണ്ട്: ടു പ്രിവെന്റ് ഇൻഹെറിറ്റൻസ്, ടു പ്രിവെന്റ് മെത്തേഡ് ഓവർ റൈഡിങ്, അതുപോലെ ഒരു വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കാനും ഫൈനൽ എന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഫൈനൽ എന്ന കീവേഡിന് മാത്രം 3 യൂസസ് ഉണ്ട്. ഫൈനൽ എന്ന കീവേഡിന് മാത്രം 3 യൂസസ് ഉണ്ട്. ഫൈനലി
എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിന് യൂസ് ചെയ്യുന്നു, ഫൈനലൈസ് ഉണ്ട്, ഗാർബേജ് കളക്ഷന്റെ സപ്പോർട്ട് ചെയ്ത് വരുന്നതാണ്, മെമ്മറി മാനേജ്മെന്റിനകത്ത് വരുന്നതാണ് ഫൈനലൈസ്. ഓക്കെ, ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. നിങ്ങൾക്കത് ബേസിക് പ്രോഗ്രാംസ് അല്ല, പക്ഷെ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്കത് ബേസിക് പ്രോഗ്രാംസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് അത്യാവശ്യം ടഫ് ആണ്, അല്ല എന്ന് പറയുന്നില്ല, ഉറപ്പായിട്ട് ടഫ് ആണ്. ഓക്കെ, പക്ഷേ മൊഡ്യൂൾ 4 ആണ് റിയൽ വില്ലൻ. ഓക്കെ, കാരണം മൊഡ്യൂൾ 4-നകത്താണ് നമ്മൾ ആപ്ലിക്കേഷൻസ് എഴുതി തുടങ്ങുന്നത്. ഇതുവരെ എഴുതിയിരുന്നതൊക്കെ പ്രോഗ്രാംസ് ആയിരുന്നു. മൊഡ്യൂൾ 4-നകത്ത് വരുമ്പോൾ ആപ്ലിക്കേഷൻസ് എഴുതണം. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് GUI-ൽ വരുന്ന ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ എഴുതുന്നത്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻസ് എഴുതണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് ഇവന്റ് ഹാൻഡ്ലിംഗ് ആണ്. ഡെലിഗേഷൻ ഇവന്റ് മോഡൽ എന്ന സംഗതി ഉണ്ട് ജാവയ്ക്കകത്ത്. ഇവന്റ് ഹാൻഡ്ലിംഗ് എന്നൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട മോഡൽ ഡെലിഗേഷൻ ഇവന്റ് മോഡൽ. സോഴ്സ് ലിസണർ രണ്ടുപേരാണ്. ഈ രണ്ടുപേര് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷൻ ആണ് ഡെലിഗേഷൻ ഇവന്റ് മോഡൽ. ഇവിടെ ഇവന്റ് സോഴ്സസ് എന്തൊക്കെയാണെന്ന് പഠിക്കണം, ഇവന്റ് ലിസണേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം, ഇവരെ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് കുറച്ച് ഇന്റർഫേസസ് ഉണ്ട്. ഈ ഇന്റർഫേസസിൽ 1-2 ഇന്റർഫേസസ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ആക്ഷൻ ലിസണർ, അത് അത്യാവശ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്. ഇതുപോലെ കുറച്ച് ഇന്റർഫേസസ് ഉണ്ട്. ഈ ഇന്റർഫേസസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഡെലിഗേഷൻ ഇവന്റ് മോഡൽ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം റിമൈനിങ് ടോപ്പിക്സിലേക്ക് പോവുക. റിമൈനിങ് ടോപ്പിക്സിൽ ആദ്യം പഠിക്കേണ്ടത് സ്വിംഗ് ആണ്. സ്വിംഗിന് തൊട്ടു മുൻപ് നിങ്ങൾക്ക് സിലബസിൽ ഇല്ലാത്തൊരു കാര്യമാണ്, പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് AWT, അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്. പണ്ട് കാലത്ത് ജാവയുടെ പഴയ വേർഷൻസിൽ ഉണ്ടായിരുന്ന സംഗതിയായിരുന്നു AWT. അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് സ്വിംഗ്. സോ AWT സ്വിംഗ് ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കുക, കമ്പാരിസൺ ഒന്ന് പഠിച്ചു വെക്കുക. AWTയുടെ ഡെപ്തിലേക്കൊന്നും പോകണ്ട, അതിന്റെ ക്ലാസ്സസ് ഒന്നും പഠിക്കേണ്ട. AWTന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സ്വിംഗിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇത് അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇതുപോലെ ഒരു ആർക്കിടെക്ചറിൽ പഠിക്കുന്നത് MVC, ജാവ പ്രോഗ്രാമിൽ ജാവ ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ആണ് MVC. ഓക്കെ, ഇവിടെ MVC പഠിച്ചിട്ട് ഇത് നമുക്ക് പഠിക്കാനുള്ളത് JDBC ആണ്. സത്യത്തിൽ ഈ 4th മൊഡ്യൂൾ എൻ്റയർലി ടഫ് ആണ്. 4th മൊഡ്യൂൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്യാം. പക്ഷെ നിങ്ങൾ മൊഡ്യൂൾ 1, 2, 3 കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിനകത്തുള്ള എല്ലാ ടോപ്പിക്സും പഠിച്ചിരിക്കണം. കാരണം പ്രോഗ്രാംസ് ആണ് നമ്മൾ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കി പ്രോഗ്രാം എന്താണെന്ന് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി മാത്രമേ എഴുതാവൂ. അല്ലെങ്കിൽ പ്രോഗ്രാംസിന്റെ മാർക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ മൊഡ്യൂൾ 4 സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1, 2, 3 മസ്റ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറയുന്നത്. ഇനി മൊഡ്യൂൾ 4-നകത്ത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് 1-2 ടോപ്പിക്സ് ഒക്കെ പഠിക്കാൻ ഓക്കെ ആണെങ്കിൽ AWT സ്വിംഗ് ഡിഫറൻസ് പഠിച്ചു വെക്കുക. JDBC ഉണ്ട്, ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി. JDBCയുടെ സ്റ്റെപ്സ് ഉണ്ട്, ആ കണക്ഷൻ കൊടുക്കുന്ന സ്റ്റെപ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വെക്കാം. അതിന്റെ പ്രോഗ്രാം എഴുതിയാൽ നല്ല ടഫാണ്. അപ്പോൾ ആ പ്രോഗ്രാം എഴുതുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് പഠിച്ചു വെക്കാം, അത് ഈസിയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് JDBC പ്രോഗ്രാം കൂടെ പഠിക്കാം. അങ്ങനെ അല്ല, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് പാസ് ആകാനുള്ള മാർക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ JDBCയുടെ പ്രോഗ്രാംസ് ഒക്കെ സ്കിപ്പ് ചെയ്യുക. പക്ഷെ JDBCയുടെ സ്റ്റെപ്സ് പഠിക്കാൻ മറക്കരുത്. സോളിഡ് പ്രിൻസിപ്പിൾസ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. 4th മൊഡ്യൂളിലാണ് സോളിഡ് പ്രിൻസിപ്പിൾസ് മെൻഷൻ ചെയ്തേക്കുന്നതെങ്കിൽ 1st മൊഡ്യൂൾ മുതൽ 4th മൊഡ്യൂൾ വരെ എവിടെ വേണേലും ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിൽ മൊഡ്യൂൾ 4 ടോപ്പിക് എന്ന് വിചാരിക്കരുത്, അത് എവിടെ വേണേലും ചോദിക്കാം. ഓക്കെ, സോ എക്സാമിന് പഠിക്കുമ്പോൾ ഒന്ന് പ്രോഗ്രാംസ് കാണാതെ പഠിക്കാതെ എഴുതി പഠിക്കുക, പറ്റുമെങ്കിൽ ചെയ്ത് പഠിക്കുക, എഡിറ്ററിൽ ചെയ്ത് പഠിക്കുക, അതിന്റെ എറർ എന്താണെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഈ AI ടൂൾസ് ഇപ്പൊ ChatGPTയിലെ ജെമിനിയിലൊക്കെ നോക്കി നിങ്ങൾ ആ ആൻസർ മനസ്സിലാക്കി വെച്ചാൽ ആ സെയിം പ്രോഗ്രാം ആയിരിക്കില്ല എക്സാമിന് ചോദിക്കുന്നത്. സെയിം പ്രോഗ്രാം അല്ല, പുതിയൊരു പ്രോഗ്രാം ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സ്വന്തമായിട്ട് പ്രോഗ്രാം എഴുതി ശീലിക്കുക, അതുപോലെ തന്നെ ചെയ്ത് പഠിക്കുക എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. സോ അത്യാവശ്യം ടഫ് ആയിരിക്കും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ടൈം വളരെ കുറവായിരിക്കും. ഷോർട്ട് ക്വസ്റ്റ്യൻ എഴുതാൻ മാക്സിമം 7 മിനിറ്റ്സ് എടുക്കുക. essay ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യൻസും, അതായത് ഒരു essay ക്വസ്റ്റ്യൻ ടോട്ടൽ എഴുതാൻ 20 മിനിറ്റ്സ്. 2 essay ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. വാച്ച് യൂസ് ചെയ്തിട്ട് തന്നെ വാച്ചിൽ നോക്കി സമയം കൃത്യമായിട്ട് നോക്കി തന്നെ എഴുതി പോകും. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.